നിള നദിയൊഴുകും വഴികളെ വെള്ളപ്പട്ടണിയിച്ച് ഇനി ആറ്റുവഞ്ചി പൂക്കാലം. തിരമാല കണക്കെ കാറ്റിലാടുന്ന ആറ്റുവഞ്ചി പൂക്കൾ കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത് നയനമനോഹര കാഴ്ചയാണ്. നീരൊഴുക്ക് കുറഞ്ഞ് മണൽ മൂടിയ ഭാരതപ്പുഴ നീളെ ആറ്റുവഞ്ചി ചെടികൾ പൂത്തുലഞ്ഞു. ഇരു കരകളും മുട്ടി രൗദ്രഭാവത്തിൽ ഒഴുകിയിരുന്ന നിളയെ ഓർമ്മയിൽ മാത്രം ഒതുക്കി പുഴയിലെങ്ങും ഇന്ന് വെള്ളനിറത്തിൽ ആറ്റുവഞ്ചി ചെടി പൂവിട്ട് നിൽക്കുകയാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവ കൂടുതലായി ഭാരതപ്പുഴയിൽ പൂക്കുന്നത്. തൃത്താല വെള്ളിയാങ്കല്ല് തടയണ മുതൽ ജില്ലാതിർത്തിയായ കുമ്പിടി കാങ്കപ്പുഴ വരെ ആറ്റുവഞ്ചി ചെടികൾ കൂടുതലായി കാണാം. 10 അടിയോളം ഉയരത്തിലാണ് ഇവ വളർന്നു പൊങ്ങിയിട്ടുള്ളത്. ആറ്റുവഞ്ചികൾ പൂത്തുനിൽക്കുന്ന ഭാരതപ്പുഴയുടെ കാഴ്ചകൾ മനോഹരമാണ്. ആറ്റുവഞ്ചി പൂക്കൾക്കിടയിലൂടെ വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന നിള നദി അതിലും മനോഹര കാഴ്ചയാണ്. എന്നാൽ പാരിസ്ഥിതികമായി ഒരു പുഴയുടെ നാശത്തിന്റെ മുന്നറിയിപ്പാണിതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. പുഴയിലെ ആറ്റുവഞ്ചികളും പുൽക്കാടുകളും പക്ഷികളുടെയും മറ്റു ജന്തുക്കളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ്. വേനലിൽ വെള്ളം ഒഴിയുമ്പോൾ പക്ഷികളും മറ്റനേകം ജന്തുക്കളും പുഴയിലെ പുൽക്കാടുകളിലും ആറ്റുവഞ്ചി ചെടികൾക്കിടയിലുമാണ് കൂടുകൂട്ടാറുള്ളത്. വേനൽ ശക്തമാകുന്നതോടെ ഇവ കത്തിയമരുന്നതും പതിവ് കാഴ്ചയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പുൽക്കാടുകൾക്ക് സാമൂഹിക വിരുദ്ധർ പലതവണ തീയിട്ട് ഒട്ടേറെ കിളികളും പക്ഷികളും കൂട്ടത്തോടെ മേഖലയിൽ ചത്തിരുന്നു. കഴിഞ്ഞ വേനലുകളിലെല്ലാം കുടിവെള്ളക്ഷാമം മൂലം ദുരിതമനുഭവിച്ച തൃത്താലക്കാർ പുഴയുടെ രൂപമാറ്റത്തെ ആശങ്കയോടെയാണ് കാണുന്നത്. അതേസമയം വെള്ളിയാങ്കല്ലും പൈതൃക പാർക്കും നിള നദിയുമെല്ലാം സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് പൂത്തുലഞ്ഞ് കാറ്റിലാടുന്ന ആറ്റുവഞ്ചി ചെടികൾ നയനമനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.